BSCയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വിഭാഗമാണ് നാച്ചുറൽ സയൻസ്. ആ നാച്ചുറൽ സയൻസിലെ ഒരു വിഭാഗമായിട്ടുള്ള മനുഷ്യ ശരീരം പ്രാഥമിക അറിവ് എന്ന കാറ്റഗറിയിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഭാഗമായ തലച്ചോറിനെ കുറിച്ചാണ് നമ്മളിത് നോക്കുന്നത്. എന്താണ് തലച്ചോറ് അല്ലേ? അപ്പം നമ്മുടെ നാഡീവ്യവസ്ഥയെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സെൻട്രൽ നെർവൽ സിസ്റ്റം എന്നും അതുപോലെ തന്നെ പെറിഫറൽ നെർവൽ സിസ്റ്റം എന്നും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഇതിൽ കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ ഭാഗമായിട്ട് വരുന്നതാണ് മസ്തിഷ്കം എന്ന് പറയുന്നത്. അപ്പോൾ നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് തലച്ചോറ് അല്ലെങ്കിൽ മസ്തിഷ്കം. ന്യൂറോണുകൾ ധാരാളമായി കാണപ്പെടുന്ന ഭാഗം നോക്കുക, ചിത്രം നോക്കുക. ന്യൂറോണുകൾ ധാരാളമായി കാണപ്പെടുന്ന ഒരു ഭാഗമാണ് തലച്ചോറ് എന്ന് പറയുന്നത്. ഈ തലച്ചോറ് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് അസ്ഥി നിർമ്മിതമായിട്ടുള്ള ഒരു കവചത്തിനകത്താണ്. മസ്തിഷ്കം സംരക്ഷിക്കപ്പെടുന്നത് അസ്ഥി നിർമ്മിതമായിട്ടുള്ള ഒരു കവചത്തിനകത്താണ്. അതിൻ്റെ പേരാണ് കപാലം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു മസ്തിഷ്കം എന്ന് പറയുന്നത് ധാരാളം ന്യൂറോണുകളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. അതിനെ സംരക്ഷിക്കുന്ന അസ്ഥി നിർമ്മിതമായിട്ടുള്ള കവചമാണ് കപാലം. അതുപോലെ തന്നെ കപാലത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്? ക്രാനിയോളജി. കപാലത്തെക്കുറിച്ചുള്ള പഠനം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ക്രാനിയോളജി എന്നറിയപ്പെടുന്നു. നമ്മുടെ തലച്ചോറിനെ കുറിച്ചുള്ള പഠനമാണെങ്കിലോ ഫ്രീനോളജി. മാറിപ്പോകരുത്. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രഭാഗമായ മസ്തിഷ്കത്തെ കുറിച്ചുള്ള പഠനമാണ്, തലച്ചോറിനെ കുറിച്ചുള്ള പഠനമാണ് ഫ്രീനോളജി. ആ മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അസ്ഥി എന്താണ് പേര്? കപാലം. ആ തലയോട്ടി അല്ലേ? കപാലത്തെക്കുറിച്ചുള്ള പഠനമാണ് ക്രാനിയോളജി. കൂടാതെ ഈ മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന 3 പാളികളോട് കൂടിയ ഒരു ആവരണമുണ്ട്. അതിൻ്റെ പേരാണ് മെനിഞ്ചസ്. അപ്പോൾ 3 പാളികളോട് കൂടിയ ഒരു ആവരണമുണ്ട്. അതിൻ്റെ പേരാണ് എന്ത്? മെനിഞ്ചസ് എന്ന് പറയുന്നത്. ഈ മെനിഞ്ചസിനകത്താണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഉള്ളത്. എന്താണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിന്റെ ധർമ്മം എന്ന് പറയുന്നത്? വളരെ പ്രധാനമാണ്. നമ്മുടെ തലച്ചോറിനെ ബാഹ്യ ആഘാതങ്ങളിൽ നിന്നും ക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും തലച്ചോറിലെ കലകൾക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനും പോഷണവും എത്തിക്കുന്നതും ആരാണ്? സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ആണ്. ചോദ്യം ഇങ്ങനെയാണ്: തലച്ചോറിലെ കലകൾക്ക് ആവശ്യമായ ഓക്സിജനും പോഷണവും എത്തിക്കുന്നത് ഡാഷ് ആണ്. ആരാണ്? സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ആണ്. അല്ലെങ്കിൽ അത് അടങ്ങിയിരിക്കുന്ന മെനിഞ്ചസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കൂടാതെ ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ആണ് കലകളിലെ മലിനപദാർത്ഥങ്ങളെ നീക്കം ചെയ്യുന്നത്. അപ്പോൾ തലച്ചോറിലെ കലകളിലെ മലിനപദാർത്ഥങ്ങളെ നീക്കം ചെയ്യുന്നത് ആരാണ്? നമ്മുടെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ആണ്. രക്തലോമികളിൽ നിന്ന് ഉണ്ടാവുകയും തിരിച്ച് രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യപ്പെടുകയും ചെയ്തതാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. രക്തലോമികളിൽ നിർമ്മിക്കപ്പെടുകയും തിരിച്ച് ഈ രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. നമ്മുടെ തലച്ചോറിന്റെ ഭാരം എത്രയായിരുന്നു? 1400 ഗ്രാം. തലച്ചോറിന്റെ ഭാരം എത്രയാണ്? 1400 ഗ്രാം ഭാരമാണ് തലച്ചോറിനുള്ളത്. കിലോഗ്രാമിന്റെ കണക്കിൽ പറയുകയാണെങ്കിൽ 1.4 കിലോഗ്രാം, 1.4 കിലോഗ്രാം. ഗ്രാമിന്റെ കണക്കിൽ പറയുകയാണെങ്കിൽ 1400 ഗ്രാം. കിലോഗ്രാം ആണെങ്കിൽ 1.4 കിലോഗ്രാം, 1.4 കിലോഗ്രാം. അപ്പോൾ ഏറ്റവും വലുപ്പമുള്ള തലച്ചോറുള്ള ജീവി ആരാണ്? സ്പേം തിമിംഗലമാണ്. ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവി ആരാണ്? സ്പേം തിമിംഗലമാണ്. തലച്ചോറിനെ കുറിച്ച് പഠിക്കുമ്പോൾ തലച്ചോറിനെ കുറിച്ച് PSC സ്ഥിരമായി ചോദിക്കുന്ന 5 പ്രധാന ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ് 5 പ്രധാന ഭാഗങ്ങൾ? സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലാങ്കേറ്റ, തലാമസ്, ഹൈപ്പോതലാമസ്. ഏതൊക്കെയാണ് 5 സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലാങ്കേറ്റ, തലാമസ്, ഹൈപ്പോതലാമസ്. നമുക്ക് സെറിബ്രത്തെ കുറിച്ച് നോക്കാം. ഇതാണ് നമ്മുടെ തലച്ചോറിന്റെ ഏകദേശ രൂപം എന്ന് പറയുന്നത്. നമുക്ക് ധാരാളം ചുളിവുകളും മടക്കുകളും അല്ലെ ന്യൂറോണുകൾ അടങ്ങിയതാണ് തലച്ചോർ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. നമ്മൾ കാണുന്ന തലച്ചോറ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? നെടുകയുള്ള ഛേദമാണ്. 2 അർദ്ധഗോളങ്ങളാണ് തലച്ചോറ്. ഇടത് അർദ്ധഗോളവും വലത് അർദ്ധഗോളവുമാണ് തലച്ചോറ് എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കുന്നത് ഇതിന് നെടുകയുള്ള ഛേദം മാത്രമാണ്. അപ്പോൾ ഈ ഇടത് അർദ്ധഗോളത്തെയും വലത് അർദ്ധഗോളത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് കോർപ്പസ് കലോസം. തലച്ചോറിലെ ഇടത് അർദ്ധഗോളത്തെയും വലത് അർദ്ധഗോളത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് കോർപ്പസ് കലോസം. PSC മുൻപ് ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് കോർപ്പസ് കലോസം?
തലച്ചോറിലെ ഇടതുഭാഗത്തെയും വലതുഭാഗത്തെയും തമ്മിൽ വലത് അർദ്ധഗോളത്തെയും ഇടത് അർദ്ധഗോളത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് കോർപ്പസ് കലോസം. ശരീരത്തിലെ ഇടത് അർദ്ധഗോളം ശരീരത്തിന്റെ വലതുഭാഗത്തെയും, അതായത് തലച്ചോറിന്റെ ഇടത് അർദ്ധഗോളം ശരീരത്തിന്റെ വലതുഭാഗത്തെയും തലച്ചോറിലെ വലത് അർദ്ധഗോളം ശരീരത്തിന്റെ ഇടതുഭാഗത്തെയും നിയന്ത്രിക്കുന്നു. അപ്പോൾ വലത് ഇടത് അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് കോർപ്പസ് കലോസം. ഇടത് അർദ്ധഗോളം ശരീരത്തിന്റെ വലതുഭാഗത്തെയും തലച്ചോറിന്റെ വലത് അർദ്ധഗോളം ശരീരത്തിന്റെ ഇടതുഭാഗത്തെയും നിയന്ത്രിക്കുന്നു. ഇനി നമുക്ക് സെറിബ്രത്തെ കുറിച്ച് പറയാം. സെറിബ്രം എന്ന് പറയുന്നത് തലച്ചോറിന്റെ ടോട്ടൽ വോളിയത്തിന്റെ 85% എന്താണ്? 85% എന്താണ്? സെറിബ്രമാണ്. അപ്പോൾ തലച്ചോറിലെ 85% എന്താണ്? സെറിബ്രമാണ്. തലച്ചോറിലെ ഏറ്റവും മുകളിലുള്ള ഭാഗമാണ് ഏത്? സെറിബ്രം. തലച്ചോറിലെ ഏറ്റവും മുകളിലുള്ള ഭാഗമാണ് സെറിബ്രം. ഈ ചിത്രം കണ്ടാൽ അറിയാം തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. പറയാം, തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ഏകദേശം 85% എന്താണ്? സെറിബ്രമാണ്. അപ്പോൾ നമുക്ക് ബ്രെയിനും ലിറ്റിൽ ബ്രെയിനും മാറിപ്പോകും അല്ലേ? നോക്കുക, തലച്ചോറിലെ ഏത് ഭാഗത്താണ് സെറിബ്രം സ്ഥിതി ചെയ്യുന്നത്? അല്ലെങ്കിൽ തലച്ചോറിലെ ഏറ്റവും മുകൾ ഭാഗത്തായി കാണപ്പെടുന്നത് ഏതാണ്? സെറിബ്രമാണ്. തലച്ചോറിലെ ഏറ്റവും മുകൾ ഭാഗത്തായി കാണപ്പെടുന്നത് സെറിബ്രമാണ്. ഏകദേശം 85% സെറിബ്രത്തിന്റെ ഭാഗമാണുള്ളത്. അതുപോലെ തന്നെ സെറിബ്രം എന്ന് പറയുന്നത് ധാരാളം ചുളിവുകളും മടക്കുകളും അടങ്ങിയതാണ്. നോക്കുക, ധാരാളം ചുളിവുകളും മടക്കുകളും അടങ്ങിയതാണ് സെറിബ്രം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നോക്കുക, ഈ സെറിബ്രത്തോട് തൊട്ട് ചേർന്ന് കിടക്കുന്നതാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. ധാരാളം ചാലുകൾ കാണപ്പെടുന്ന ഭാഗമാണ് ഇത് സെറിബെല്ലം. ധാരാളം ചാലുകൾ കാണപ്പെടുന്നതാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. ഒരു ബൾബിന്റെ ആകൃതിയിൽ സെറിബ്രത്തിനോട് അടുത്ത് കിടക്കുന്നതാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. ധാരാളം ചാലുകൾ കാണപ്പെടുന്നു. തലച്ചോറിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭാഗമാണ് സെറിബെല്ലം. തലച്ചോറിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭാഗമാണ് സെറിബെല്ലം. അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് വിളിക്കുന്നു? ലിറ്റിൽ ബ്രെയിൻ. അപ്പോൾ തലച്ചോറിലെ വലിയ ഭാഗം സെറിബ്രം, ചെറിയ ഭാഗം സെറിബെല്ലം. ഇനി ആർക്കും മാറിപ്പോകരുത്. തലച്ചോറിലെ വലിയ ഭാഗം സെറിബ്രം, ചെറിയ ഭാഗം സെറിബെല്ലം. നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു കപാലത്തെ കൂടാതെ മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന 3 പാളികളോട് കൂടിയ ദ്രവമാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്നല്ലേ? അതുപോലെ തന്നെ ഈ സെറിബ്രത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗത്തെ പറയുന്നതാണ് കോർട്ടെക്സ്. സെറിബ്രത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗത്തെ കോർട്ടെക്സ് എന്നും അകത്തുള്ള ഭാഗത്തെ പറയുന്ന പേരാണ് മെഡുല്ല. അപ്പോൾ സെറിബ്രത്തിന്റെ പുറമേയുള്ള ഭാഗത്തെ ഡാഷ് എന്ന് പറയുന്നു. എന്താണ് ഉത്തരം? കോർട്ടെക്സ് അല്ലെങ്കിൽ ഗ്രേ മാറ്റർ. കോർട്ടെക്സിന്റെ മറ്റൊരു പേരാണ് ഗ്രേ മാറ്റർ. ഇങ്ങനെ ആലോചിച്ചാൽ മതി. എപ്പോഴും സൂര്യപ്രകാശം തട്ടിയിട്ട് കുറച്ച് പേര് ഗ്രേ കളറിൽ മാറുന്നതാണ് അല്ലെ പുറംഭാഗം എന്ന് പറയുന്നത്. ഗ്രേ കളറിലെ പുറംഭാഗമാണ് അല്ലെ. പുറത്ത് നിന്നാണ് ഗ്രേ കളറാണ്. ഏതാണ്? ഗ്രേ മാറ്റർ, കോർട്ടെക്സ്. മറ്റൊരു പേരാണ് ഗ്രേ മാറ്റർ. സെറിബ്രത്തിന്റെ ഉള്ളിലുള്ള ഭാഗമാണ് മെഡുല്ല. സ്വാഭാവികമായിട്ടും പ്രകാശം ഏൽക്കുന്ന കുറവായതാണ് അവിടെ വെളുത്ത ഭാഗമായിരിക്കും അല്ലേ? അപ്പോൾ ഉള്ളിലുള്ള ഭാഗമാണ് മെഡുല്ല. വൈറ്റ് മാറ്റർ എന്നറിയപ്പെടുന്നു. ഗ്രേ മാറ്റർ എന്താണ്? പുറത്തുള്ള ഭാഗം. കോർട്ടെക്സ്. മെഡുല്ല എന്താണ്? അകത്തുള്ള ഭാഗം. മറ്റൊരു പേരാണ് വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത്. ഈ ഗ്രേ മാറ്ററിൽ ധാരാളം ന്യൂറോണുകൾ അടങ്ങിയിരിക്കും. വൈറ്റ് മാറ്ററിലോ ധാരാളം നാഡീതന്തുക്കൾ അടങ്ങിയിരിക്കും. ഗ്രേ മാറ്ററിൽ ധാരാളം ന്യൂറോണുകളും വൈറ്റ് മാറ്ററിൽ ധാരാളം നാഡീതന്തുക്കളും അടങ്ങിയിരിക്കുന്നു. ഇനി സെറിബ്രത്തിന്റെ മധ്യഭാഗത്തെ ഒരു ചാല് സെറിബ്രത്തെ രണ്ടായി തിരിക്കുന്നു പറഞ്ഞു. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കോർപ്പസ് കലോസം. ഇടതർദ്ധഗോളം എന്നും വലതർദ്ധഗോളം. നമുക്ക് മനസ്സിലാവും ഇതാണ് ഒരു ചാല്. ഇടതർദ്ധഗോളം എന്നും വലതർദ്ധഗോളം എന്നും രണ്ടായി തിരിക്കുന്നതാണ് കോർപ്പസ് കലോസം. ഓക്കെ, ഇനി എന്താണ് സെറിബ്രത്തിന്റെ ധർമ്മം എന്ന് നോക്കാം. ബുദ്ധി, ഓർമ്മ, ചിന്ത, ഭാവന, അതുപോലെ തന്നെ യുക്തി, മനസാന്നിധ്യം തുടങ്ങി എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന ആരാണ്? സെറിബ്രമാണ്. അതുപോലെ തന്നെ ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളാണ് അല്ലേ? 5 ഇന്ദ്രിയങ്ങൾ. കണ്ണ് കാഴ്ച സാധ്യമാക്കുന്നു, ചെവി ശ്രവണം സാധ്യമാക്കുന്നു, മൂക്ക് ഘ്രാണം സാധ്യമാക്കുന്നു, ത്വക്ക് സ്പർശനം സാധ്യമാക്കുന്നു, നാക്ക് രുചി സാധ്യമാക്കുന്നു. അങ്ങനെ 5 ഇന്ദ്രിയ അനുഭവങ്ങൾ വെളിവാക്കുന്ന ഒരു ഭാഗമാണ് സെറിബ്രം അല്ലെ? അനുഭവിപ്പിക്കുന്ന ഒരു ഭാഗമാണ് സെറിബ്രം എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ആലോചിക്കുക, എല്ലാ ഐച്ഛിക പ്രവർത്തനങ്ങളെയും, നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നതാണ് ആര്? സെറിബ്രം. നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന കുട്ടിയാണ് ആര്?
സെറിബ്രം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നു. ഐച്ഛികം, ഇച്ഛയ്ക്കനുസരിച്ച് എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ഭാഗമാണ് സെറിബ്രം. ബുദ്ധി, ഓർമ്മ, ചിന്ത, ഭാവന തുടങ്ങി എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ആരാണ്? സെറിബ്രമാണ്. ഇന്ദ്രിയ അനുഭവങ്ങൾ വെളിവാക്കുന്ന ഒരു ഭാഗം കൂടെയാണ് ഇത് സെറിബ്രം എന്ന് പറയുന്നത്. ഇതാണ് സെറിബ്രം എന്ന് പറയുന്നതാണ് ഇന്ദ്രിയ അനുഭവങ്ങൾ വെളിവാക്കുന്ന ഭാഗം. PSC സംബന്ധിച്ച് സെറിബ്രവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഒരു പ്രധാന ചോദ്യമാണ്, ആക്സിഡന്റുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് തന്റെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു എങ്കിൽ തലച്ചോറിലെ ഏത് ഭാഗത്തിനാണ് ക്ഷതം സംഭവിച്ചിട്ടുണ്ടാവുക? ഏതാണ് ഉത്തരം? സെറിബ്രം. കാരണം ബുദ്ധി, ഓർമ്മ, ചിന്ത, ഭാവന എന്നിവയുടെ കേന്ദ്രമാണ് സെറിബ്രം എന്ന് പറഞ്ഞു അല്ലേ. ശ്രദ്ധിക്കുക, അടുത്തതാണ് സെറിബെല്ലം. സെറിബെല്ലം അല്ലേ, വലുപ്പത്തിൽ 2ാം സ്ഥാനമുള്ള തലച്ചോറിന്റെ ഭാഗമാണ് സെറിബെല്ലം. വലുപ്പത്തിൽ 2ാം സ്ഥാനമുള്ള തലച്ചോറിന്റെ ഭാഗമാണ് സെറിബെല്ലം. ഒരു ബൾബിന്റെ ആകൃതിയിൽ കാണപ്പെടുന്നു അല്ലെ. ഒരു ബൾബിന്റെ ആകൃതിയിൽ സെറിബ്രത്തിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് ഏത്? സെറിബെല്ലം എന്ന് പറയുന്നത്. ഈ സെറിബെല്ലത്തിന് പ്രധാനമായിട്ടും 2 ഫങ്ഷൻസ് ആണുള്ളത്. 1, ശരീരത്തിന്റെ തുലനനില പാലിക്കുന്നു. 2, പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു. പ്രധാനമായിട്ടും സെറിബെല്ലത്തിന് 2 പ്രവർത്തനങ്ങളാണുള്ളത്. 1, ശരീരത്തിന്റെ തുലനനില പാലിക്കുന്നു. 2, പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു എന്നുള്ളത്. അപ്പോൾ മദ്യം തലച്ചോറിന്റെ ഏത് ഭാഗത്തെ ബാധിക്കുമെന്ന് PSC സ്ഥിരമായി ചോദിക്കാറുള്ളതാണ്. ഏത് ഭാഗമാണ്? സെറിബെല്ലമാണ്. മദ്യം സെറിബെല്ലത്തെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ടാണ് ചില മദ്യപാനികൾ എന്ത് ചെയ്യുന്നത്? ആടി നടക്കാൻ കാരണം. കൂടുതൽ മദ്യപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവരുടെ നാക്ക് കുഴഞ്ഞു പോകുന്നതിനും കാരണമാവും. എന്തുകൊണ്ട് ഈ നാക്ക് കുഴയുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഈ സംസാരം എന്ന് പറയുന്നത് നാക്കിന്റെ ചലനം പേശി പ്രവർത്തനമല്ലേ. അപ്പൊ നമ്മുടെ ശരീരത്തിലെ പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുന്നതും ആരാണ്? നമ്മുടെ സെറിബെല്ലം അല്ലേ. അതുകൊണ്ട് തന്നെയാണ് ആൽക്കഹോൾ ഈസ് എഫക്റ്റഡ് വിച്ച് പാർട്ട് ഓഫ് ദി ബ്രെയിൻ എന്ന് ചോദിച്ചാൽ ഉത്തരം എന്തായത്? സെറിബെല്ലമായത്. കൂടാതെ നമ്മുടെ ശരീരത്തിന്റെ തുലനനില പാലിക്കുന്നതും ആരാണ്? സെറിബെല്ലമാണ്. മദ്യം കഴിക്കുമ്പോൾ അത് സെറിബെല്ലത്തിലേക്ക് എത്തുകയും അതിനെ ബാധിക്കുകയും തുലനാവസ്ഥ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. SCRT പാഠപുസ്തകത്തിലെ ഒരു ചോദ്യമുണ്ട്, സർക്കസുകാർ എന്നാണ് ഒറ്റ വരി കയറിലൂടെ നടക്കുന്നത് ഏതിന്റെ സഹായത്തോടു കൂടിയാണ്? സെറിബെല്ലത്തിന്റെ. അപ്പോൾ സെറിബെല്ലമാണ് തുലനനില പാലിക്കുന്നത്. നമുക്ക് ബാലൻസ് തരുന്ന ആരാണ്? സെറിബെല്ലമാണ്. ഓക്കെ, ഇനിയിപ്പോൾ ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണെന്ന് PSC സ്ഥിരമായി ചോദിക്കാറുണ്ട്. വലിയ ബ്രെയിൻ സെറിബ്രമാണെങ്കിൽ ചെറിയ ബ്രെയിൻ സ്വാഭാവികമായിട്ടും സെറിബെല്ലമല്ലേ. വലിയ ഭാഗം സെറിബ്രമാണെങ്കിൽ ചെറിയ ഭാഗം സെറിബെല്ലമല്ലേ. രണ്ടാമത്തെ വലിയ ഭാഗം സെറിബെല്ലമല്ലേ. അതുകൊണ്ട് തന്നെ ലിറ്റിൽ ബ്രെയിൻ, ചെറിയ തലച്ചോർ എന്നറിയപ്പെടുന്ന ഏതാണ്? സെറിബെല്ലമാണ്. ഏതാണ്? സെറിബെല്ലമാണ്. ഇനി നോക്കുക, ഇതാണ് സെറിബ്രം, ഇതാണ് സെറിബെല്ലം. വലിയ ഭാഗമാണ് ഇത് സെറിബ്രം, ചെറുതാണ് ഇത് സെറിബെല്ലം. ശ്രദ്ധിക്കുക, അടുത്താണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ. ഏതാണ്? മെഡുല്ല ഒബ്ലാങ്കേറ്റ. തലച്ചോറിന്റെ പിൻഭാഗവും സുഷ്മുന ആരംഭിക്കുന്നതുമായിട്ടുള്ള ഒരു ജോയിന്റ് ആണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ. എന്താണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ? തലച്ചോറിന്റെ പിൻഭാഗവും സുഷ്മുന ആരംഭിക്കുന്നതുമായ ഒരു ജോയിന്റ് ആണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ. എന്താണ് മെഡുല്ല ഒബ്ലാങ്കേറ്റയുടെ ധർമ്മം? ശരീരത്തിലെ എല്ലാ അനൈച്ഛിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുക. എന്താണ് അനൈച്ഛികം? ഇച്ഛയ്ക്കതീതമായിട്ട് നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടിയാണ് ആര്? മെഡുല്ല ഒബ്ലാങ്കേറ്റ. നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന, നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന കുട്ടിയായിരുന്നു ആര്? സെറിബ്രം. നമ്മുടെ ഇച്ഛയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന സെറിബ്രവും അനൈച്ഛികമാണെങ്കിൽ മെഡുല്ല ഒബ്ലാങ്കേറ്റയുമാണ്. അപ്പോൾ എന്താണ് അനൈച്ഛിക പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സദസ്സിലിരിക്കുന്ന സമയത്ത് തുമ്മരുത് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? തുമ്മിപ്പോകും. അതെന്തുകൊണ്ടാണ്? നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടിയാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ് ഛർദി, തുമ്മൽ, കൺപോളകളുടെ ചലനം എന്നിവയെല്ലാം നിയന്ത്രിക്കുന്നത്. ആരാണ്? മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ്. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങി എല്ലാ അനൈച്ഛിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നു. അതുപോലെ തന്നെ തലച്ചോറിന്റെ പിൻഭാഗവും സുഷ്മുന ആരംഭിക്കുന്നതും ഇവിടെയാണെന്ന് പറഞ്ഞു. PSC സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇങ്ങനെയായിരിക്കും, ബൈക്ക് യാത്രക്കാര് ഹെൽമറ്റ് ധരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം, തലച്ചോറിന്റെ പിൻഭാഗത്താണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ. നമുക്ക് വീഴ്ചയിൽ അടി കിട്ടുന്നത് ഉടനെ ഇങ്ങോട്ടായിരിക്കും, മെഡുല്ല ഒബ്ലാങ്കേറ്റയ്ക്കാണ്. അപ്പോൾ മെഡുല്ല ഒബ്ലാങ്കേറ്റയ്ക്ക് അടി കിട്ടുന്ന സമയത്ത് മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ് നമ്മുടെ ഹൃദയവും അതുപോലെ തന്നെ ശ്വസനവും നോക്കുന്നത് എന്ന് പറഞ്ഞു. മെഡുല്ല ഒബ്ലാങ്കേറ്റയ്ക്ക് അടി കിട്ടുന്ന സമയത്ത് അതിന്റെ പ്രവർത്തനം താളം തെറ്റുകയും
നേരെ അത് എങ്ങോട്ട് പതിക്കുന്നു? ഹൃദയമിടിപ്പ് നിന്നു പോവുകയും ശ്വസനം നിന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതാണ് മരണത്തിന് കാരണം. മനസ്സിലാക്കി പഠിക്കുക. എന്തുകൊണ്ടാണ് മെഡില്ല ഒബ്ലങ്കേറ്റയ്ക്ക് അടിയേൽക്കുമ്പോൾ മരണം സംഭവിക്കുന്നത്? മെഡില്ല ഒബ്ലങ്കേറ്റ പിൻഭാഗത്താണ്. മെഡില്ല ഒബ്ലങ്കേറ്റയ്ക്ക് അടിയേറ്റിട്ടുണ്ടെങ്കിൽ ഉടനെ അതിന്റെ പ്രവർത്തനം താളം തെറ്റുന്നു. ആ പ്രവർത്തനം താളം തെറ്റുന്നത് ഹൃദയസ്പന്ദനത്തെയും അതുപോലെ തന്നെ ശ്വസനത്തെയും ബാധിക്കുന്നു. രോഗി തൽക്ഷണം മരിക്കുന്നു. മെഡില്ല ഒബ്ലങ്കേറ്റ പിൻഭാഗത്താണ്. വഹിക്കുന്ന അടി ഏൽക്കും എന്ന ആലോചിച്ചാൽ തന്നെ സ്വാഭാവികമായിട്ടും അനൈച്ഛികം എന്നുള്ള പോയിന്റ് ഇനി ഒരിക്കലും മാറിപ്പോകില്ല. അടുത്തതാണ് തലാമസ് എന്ന് പറയുന്നത്. എന്താണ് തലാമസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറിബ്രത്തിന് തൊട്ടു താഴെയായിട്ട് കാണുന്ന ഭാഗമാണ്. സെറിബ്രത്തിന് തൊട്ട് താഴെയായിട്ട് കാണുന്ന ഭാഗമാണ് ഇത് തലാമസ് എന്ന് പറയുന്നത്. തലച്ചോറിലേക്ക് ആവേഗങ്ങളെ, അതായത് സെറിബ്രത്തിലേക്ക് ആവേഗങ്ങളെ കടത്തിവിടുന്നത് ആരാണ്? തലാമസ് ആണ്. സെറിബ്രത്തിലേക്ക് ആവേഗങ്ങളെ കടത്തിവിടുന്ന ആരാണ്? തലാമസ് ആണ്. അപ്പോൾ തലാമസ് നമ്മുടെ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നു. ഇപ്പോൾ മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ, നമ്മുടെ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന ആരാണ്? തലാമസ് ആണ്. എന്തുകൊണ്ടാണ്? സെറിബ്രത്തിൽ നിന്നും സെറിബ്രത്തിലേക്കുമുള്ള ആവേഗങ്ങളെ പുനഃപ്രസരണം ചെയ്യുന്ന ഭാഗമാണ് തലാമസ്. സെറിബ്രത്തിന് തൊട്ട് താഴെയല്ലേ കാണപ്പെടുന്നത്? നോക്കുക, സെറിബ്രത്തിന് തൊട്ട് താഴെയാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ് തലാമസ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ, തലച്ചോറിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നതാണ് ആര്? തലാമസ്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏത്? PSCക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമാണ്. എന്താണ് ഉത്തരം? നമ്മുടെ വേദന സംഹാരികൾ കഴിക്കുന്ന സമയത്ത് ഈ വേദന എന്ന് പറയുന്ന ആവേഗം സെറിബ്രത്തിലേക്ക് എത്തിക്കുന്ന ആരാണ്? തലാമസ് ആണ് അല്ലേ? നമ്മൾ വേദന സംഹാരികൾ കഴിക്കുന്ന സമയത്ത് അതിലുണ്ടാവുന്ന രാസഘടകങ്ങൾ നമ്മുടെ തലാമസിനെ മന്ദീഭവിപ്പിക്കുകയും വേദന, എനിക്ക് വേദനിക്കുന്നു എന്നുള്ള അല്ലെ, എനിക്ക് വേദനിക്കുന്നേ എന്നുള്ള ആ ആവേഗം സെറിബ്രത്തിലേക്ക് എത്താതെ പോവുകയും ആ വേദന അറിയാതെ നിൽക്കുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ടും പെയിൻ കില്ലറുകളും അതുപോലെ തന്നെ ഉറക്ക ഗുളികകളും ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? നിദ്രാവേളകളിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടഞ്ഞു നിർത്തുന്നത് ആരാണ്? തലാമസ് ആണ്. നിദ്രാവേളകളിൽ നമ്മുടെ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടഞ്ഞു നിർത്തുന്നത് ആരാണ്? തലാമസ് ആണ്. അതുകൊണ്ടാണ് പെയിൻ കില്ലറും അതുപോലെ തന്നെ ഉറക്ക ഗുളികയും അമിതമായി കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് തലാമസിനെ മന്ദീഭവിക്കുകയും ക്രമേണ തലാമസിന്റെ പ്രവർത്തനം താളം തെറ്റുകയും നമുക്ക് പിന്നെ ആവേഗങ്ങളൊന്നും സെറിബ്രത്തിലേക്ക് എത്തിപ്പെടാത്തൊരവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് എന്ത് ചെയ്യുക? നമ്മുടെ തലാമസിനെ സംരക്ഷിക്കാൻ വേണ്ടി പെയിൻ കില്ലറുകളും അതുപോലെ തന്നെ ഉറക്ക ഗുളികകളും പരമാവധി ഒഴിവാക്കി ജീവിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നു. തലാമസ് എന്ന് പറയുന്നത് സെറിബ്രത്തിന് തൊട്ട് താഴെയാണ്. ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ്. നിദ്രാവേളകളിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നു. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം കൂടെയാണ് തലാമസ്. അടുത്തതാണ് ഹൈപ്പോ തലാമസ്. ആ വാക്കിൽ തന്നെയുണ്ട് അല്ലേ? ഹൈപ്പോ എന്നുള്ള വാക്കിൽ തന്നെയുണ്ട്. എന്താണ് ഹൈപ്പോ തലാമസ്? നോക്കുക, ഹൈപ്പോ തലാമസ്. തലാമസിന് തൊട്ട് താഴെയായി കാണപ്പെടുന്ന ഭാഗമാണ് ഇത് ഹൈപ്പോ തലാമസ്. തലാമസിന് തൊട്ട് താഴെയായി കാണപ്പെടുന്ന ഭാഗമാണ് ഇത് ഹൈപ്പോ തലാമസ്. ഹൈപ്പോ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? താഴെ, അടിയിൽ എന്നാണ്. അപ്പോൾ തലാമസിന് താഴെയാണ് ഏത്? ഹൈപ്പോ തലാമസ്. നമ്മൾ പഠിച്ചു തലച്ചോറിലെ ഏറ്റവും മുകളിലുള്ള ഭാഗമാണ് സെറിബ്രം. ആ സെറിബ്രത്തിന് തൊട്ട് താഴെ കാണപ്പെടുന്ന ഭാഗമാണ് തലാമസ്. ആ തലാമസിന് തൊട്ട് താഴെയുള്ളതാണ് ഹൈപ്പോ തലാമസ്. സെറിബ്രത്തോട് ചേർന്ന് കാണപ്പെടുന്ന ബൾബാകൃതിയുള്ളൊരു ഭാഗമാണ് സെറിബെല്ലം. ഈ സെറിബ്രത്തിന് തൊട്ട് താഴെ സെറിബെല്ലത്തോട് ചേർന്ന് കാണപ്പെടുന്നതാണ് ഇത് മെഡില്ല ഒബ്ലാങ്കേറ്റ. മനസ്സിലായില്ലേ? ഇപ്പോൾ തലാമസ്, അതിന് തൊട്ട് താഴെ ഹൈപ്പോ തലാമസ്. ഹൈപ്പോ എന്ന് പറഞ്ഞാൽ അടിയിൽ. അപ്പോൾ തലാമസിന്റെ അടിയിൽ ഏതാണ്? ഹൈപ്പോ തലാമസ് ആണ്. നമ്മുടെ ശരീരത്തിൽ വിശപ്പ്, ദാഹം, ജലാംശ ക്രമീകരണം, ശരീര ഊഷ്മാവ് ഇവയെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഹൈപ്പോ തലാമസ് ആണ്. നമ്മുടെ ശരീര ഊഷ്മാവിനെ കൺട്രോൾ ചെയ്യുന്നത് ഹൈപ്പോ തലാമസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശരീര ഊഷ്മാവിനെ കൺട്രോൾ ചെയ്യുന്നത് ഹൈപ്പോ തലാമസ് ആയതുകൊണ്ട് തന്നെ ഇതിനെ തെർമോ റെഗുലേറ്ററി സെന്റർ എന്നാണ് അറിയപ്പെടുന്നത്. എന്നാണ് അറിയപ്പെടുന്നത്. ശ്രദ്ധിക്കുക, ഹൈപ്പോ തലാമസിന്റെ പ്രധാനപ്പെട്ട ധർമ്മമാണ് പറയുന്നത് വിശപ്പ്, ദാഹം, ജലാംശ ക്രമീകരണം, ശരീര ഊഷ്മാവ് ഇവയെ കൺട്രോൾ ചെയ്യുന്നതാണ് ഹൈപ്പോ തലാമസ്. ഹൈപ്പോ തലാമസ് ആണ് ശരീര ഊഷ്മാവിനെ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ തെർമോ റെഗുലേറ്ററി സെന്റർ, ശരീരത്തിൽ തെർമോ റെഗുലേറ്ററി സെന്റർ എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? തലച്ചോറിലെ ഭാഗം ഏതാണ്? നമ്മുടെ ഹൈപ്പോ തലാമസ് ആണ്.
ഈ ഹൈപ്പോതലാമസ് തന്നെയാണ് ലൈംഗിക ആസക്തി ഉളവാക്കുന്നതും. അതുപോലെ തന്നെ എനിക്ക് വിശക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു ആരാണ്? നമ്മുടെ ഹൈപ്പോതലാമസ് ആണ്. ആരാണ്? ഹൈപ്പോതലാമസ്. ഓക്കെ, നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചിട്ടും തലച്ചോറിലെ വിവിധ ഭാഗങ്ങളെ കുറിച്ചായിരുന്നു. അല്ലെ, തലച്ചോറിലെ ആദ്യത്തെ ഭാഗം വരുന്നത് സെറിബ്രം. ചിന്ത, ഓർമ്മ, ബുദ്ധി, ഭാവന തുടങ്ങിയവയുടെ കേന്ദ്രമാണ്. ഇന്ദ്രിയ അനുഭവങ്ങളെ നിയന്ത്രിക്കുന്നു. ഇനി നമ്മുടെ പാഠപുസ്തകത്തിൽ ഇവരെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നോക്കാം അല്ലേ. നോക്കാം. സെറിബ്രം മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്നു. സെറിബ്രത്തിന്റെ ചാര നിറമുള്ള പുറംഭാഗത്തെ കോർട്ടക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മെഡുല്ല എന്നും വിളിക്കുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞ കോർട്ടക്സ് ഗ്രേ മാറ്റർ, മെഡുല്ല വൈറ്റ് മാറ്റർ എന്ന് പറഞ്ഞത്. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രമാണ്. ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്നു. എല്ലാ ഐച്ഛിക ചലനങ്ങളെയും നിയന്ത്രിക്കുന്നു. സെറിബ്രം മനസ്സിലായില്ലേ? അതിന്റെ തൊട്ട് താഴെയാണ് ആര്? സെറിബെല്ലം ഉള്ളത് അല്ലേ. മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. സെറിബ്രത്തിന് പിന്നിൽ താഴെ രണ്ട് ദളങ്ങളായിട്ടാണ് ആര് കാണപ്പെടുന്നത്? സെറിബെല്ലം കാണപ്പെടുന്നത്. എല്ലാ പേശി പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കുന്നു. അപ്പോൾ പേശി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ആരാണ്? നമ്മുടെ സെറിബെല്ലമാണ്. ധാരാളം ചാലുകൾ കാണപ്പെടുന്ന ഭാഗമാണ് ഏത്? സെറിബെല്ലം. ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്ന സെറിബ്രവും ചാലുകൾ കാണപ്പെടുന്ന ആരാണ്? സെറിബെല്ലവുമാണ്. അതുപോലെ തന്നെ മെഡുല്ല ഒബ്ലാങ്കേറ്റ എന്താണ്? സെറിബ്രത്തിനും ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ, വളരെ പ്രധാനമാണ് ഇത്. മെഡുല്ല ഒബ്ലാങ്കേറ്റ എന്താകൃതിയിലാണ്? ദണ്ഡാകൃതിയിൽ കാണുന്നു. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. തലാമസ് എന്താണ്? തലാമസ് സെറിബ്രത്തിന് താഴെയായി കാണപ്പെടുന്നു. എവിടെയാണ്? സെറിബ്രത്തിന് താഴെയായി കാണപ്പെടുന്നു. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് എന്ന് പറഞ്ഞിരുന്നു അല്ലേ. ശരീരത്തിലെ റിലേ സ്റ്റേഷനാണ് തലാമസ്. അത് നോക്കുക. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ മാത്രം സെറിബ്രത്തിലേക്ക് അയക്കുന്നതാണ് ആര്? തലാമസ്. എക്സാമിന് പ്രസ്താവന രീതിയിൽ തന്നാൽ ഉത്തരം എഴുതണം. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ മാത്രം സെറിബ്രത്തിലേക്ക് അയക്കുന്നവയാണ് തലാമസ്. അടുത്ത് നോക്കുക. ഹൈപ്പോതലാമസ് എന്താണ്? ഹൈപ്പോതലാമസ് തലാമസിന് തൊട്ടു താഴെയായി കാണപ്പെടുന്നു. നമ്മൾ പറഞ്ഞു ഹൈപ്പോ എന്ന് പറഞ്ഞാൽ താഴെ അല്ലേ. ഇപ്പോൾ തലാമസിന് തൊട്ട് താഴെയായി കാണുന്ന ഭാഗമാണ്. ആന്തര സമസ്ഥിതി പാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോയിന്റ്. ആന്തര സമസ്ഥിതി പാലനം. എന്ത് പാലനമാണ്? ആന്തര സമസ്ഥിതി പാലനം. ഓക്കെ, നമ്മൾ തലച്ചോറിന്റെ ഘടന പറഞ്ഞു, അതിന്റെ സ്ഥാനം എവിടെയാണെന്ന് പറഞ്ഞു, അതിന് എത്രത്തോളം വലിപ്പം ഉണ്ടെന്ന് പറഞ്ഞു, പാഠപുസ്തകത്തിൽ പരാമർശിക്കുന്ന ഭാഗങ്ങളും പറഞ്ഞു. ഈ ചോദ്യം നോക്കുക. പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? എല്ലാവർക്കും സ്ഥിരമായിട്ട് മാറിപ്പോകാറുള്ള ഒരു ഭാഗമാണ് ഈ സെറിബ്രവും സെറിബെല്ലവും അല്ലേ. ഇപ്പോൾ പേശികളുടെ പ്രവർത്തനത്തെയാണ് ഏകോപിപ്പിക്കുന്നതെങ്കിൽ അതാരാണ്? സെറിബെല്ലമാണ്. നമുക്കറിയാം, നമുക്ക് എഴുന്നേറ്റ് നടക്കുന്നത്, നമ്മൾ സംസാരിക്കുന്നതെല്ലാം പേശികളുടെ ചലനത്തോടു കൂടിയല്ലേ. അപ്പോൾ ഈ പേശികൾക്ക് ബലമില്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ പേശികൾക്ക് ബലം സെറിബെല്ലം എന്നുള്ള വാക്ക് നിന്ന് എടുക്കുക. ബലമുണ്ടെങ്കിലേ പേശികൾ പ്രവർത്തിക്കുള്ളൂ. അപ്പോൾ പേശി പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്ന ആരാണ്? സെറിബെല്ലം. ബെല്ലം എന്നുള്ള വാക്ക് നിന്ന് എടുക്കുക. ബലമുണ്ടെങ്കിൽ ആര് പ്രവർത്തിക്കുള്ളൂ? പേശി പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. ഇനി അനൈച്ഛികവും ഐച്ഛികവും മാറിപ്പോകരുത്. ഹെൽമെറ്റ് വയ്ക്കണം എന്ന് പറയുന്നത് മെഡുല്ല ഒബ്ലാങ്കേറ്റയ്ക്ക് അടി കിട്ടുന്ന സമയത്ത് അതിൻ്റെ പ്രവർത്തനം താളം തെറ്റുകയും ആ മെഡുല്ല ഒബ്ലാങ്കേറ്റ കൺട്രോൾ ചെയ്യുന്ന എല്ലാ അനൈച്ഛിക പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന ശ്വസനവും ശ്വാസോച്ഛ്വാസവും നിന്നു പോവുകയും ചെയ്യുന്നു. ആ ശ്വസനവും ശ്വാസോച്ഛ്വാസവും നിന്നുപോയാൽ തന്നെ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? മരിച്ചു എന്നാണ് അർത്ഥം അല്ലേ. ഇനി നോക്കുക. സെറിബ്രത്തോടൊപ്പം തന്നെ ഓർത്തു വെക്കേണ്ട രണ്ട് പദങ്ങളാണ് ബ്രോക്കാസ് ഏരിയയും വെർണിക്സ് ഏരിയയും. എന്താണ് ബ്രോക്കാസ് ഏരിയ? സെറിബ്രത്തിലെ സംസാരശേഷിയുമായി ബന്ധപ്പെട്ട ഭാഗമാണ് ബ്രോക്കാസ് ഏരിയ. സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗം ഏതാണ്? ബ്രോക്കാസ് ഏരിയ. എങ്കിലോ എന്താണ് വെർണിക്സ് ഏരിയ എന്ന് പറയുക? വെർണിക്സ് ഏരിയ ഒരു വസ്തുവിന്റെ പേര് കേൾക്കുന്ന മാത്രയിൽ, ഒരു വസ്തുവിന്റെ പേര് കേൾക്കുമ്പോൾ ആ വസ്തുവിന്റെ പിക്ചറൈസേഷൻ സാധ്യമാക്കുന്ന ഭാഗമാണ് വെർണിക്സ് ഏരിയ. ഒരു വസ്തുവിന്റെ പേര് കേൾക്കുമ്പോൾ ആ വസ്തുവിന്റെ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഭാഗമാണ് ഏത്? വെർണിക്സ് ഏരിയ. വെർണിക്സ് ഏരിയയും ബ്രോക്കാസ് ഏരിയയും സെറിബ്രത്തിലെ ഭാഗങ്ങളാണ്. വെർണിക്സ് ഏരിയയും ബ്രോക്കാസ് ഏരിയയും സെറിബ്രത്തിലെ ഭാഗങ്ങളാണ്. അപ്പോൾ ആന എന്ന് പറയുമ്പോൾ ആ ആനയുടെ ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് വരികയാണെങ്കിൽ അത് സാധ്യമാക്കുന്ന ഭാഗമാണ് ഇത് വെർണിക്സ് ഏരിയ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വരും ക്ലാസ്സുകളിൽ ജനറൽ സയൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിഷയങ്ങളിലൂടെ കടന്നു പോകാം. നന്ദി, നമസ്കാരം.